ഇന്ന് വെള്ളക്കടല വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് തന്നെ നമ്മുടെ കടല ഞാനൊരു 8 മണിക്കൂർ നല്ല രീതിയിലൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ശേഷം ഒന്നുകൂടെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നമ്മുടെ കടല മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അടുത്തതായിട്ടൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുത്ത് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കടല വെള്ളത്തോടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടലയുടെ ആ ഒരു വെള്ളം അത്രത്തോളം പോഷക ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ ഒരു വെള്ളം വേസ്റ്റ് ചെയ്യാതെ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കിടന്നിട്ട് നമ്മുടെ കടലയുടെ വെള്ളമൊക്കെ നല്ല രീതിയിൽ വറ്റി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കടല റോസ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടോട് കൂടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് സോള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ കൂട്ടി കഴിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ്